പണ്ട് എൻ്റെ വല്യമ്മച്ചി എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കറിയുണ്ട്. അതായത് മോരുകറിയാണെന്ന് പറഞ്ഞ്, പക്ഷെ മോരുകറി അല്ല, അത് മോരുകറിയുടെ അതേ ടേസ്റ്റാണ്, മോരുകറി അല്ലെന്ന് ആരും പറയത്തുമില്ല. അങ്ങനെ പറഞ്ഞ് കളിപ്പിച്ച് കൊടുക്കുന്ന ഒരു കറിയുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് ആ കറി. പണ്ടത്തെ കാലത്ത് മുതലുള്ളൊരു കറിയാണ്. അപ്പോൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ലഞ്ച് മെനുവാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന റെസിപ്പികൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ ഞാനിച്ചിരി സ്പീഡിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി അത് നോക്കി തയ്യാറാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിലൊരു റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. അത് ആ കറിയുടെ റെസിപ്പിയാണ്. ഇതുപോലെ തന്നെ ഈ കറി വെച്ച് തന്നെ ഞാൻ വേറൊരു വീഡിയോ കൂടെ നാട്ടിൽ വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നീടൊരു സമയത്ത് ഇടാം. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. മാങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് മാങ്ങ, അതായത് ഒരു മാങ്ങയുടെ രണ്ട് സൈഡിലും 2 കഷ്ണം വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടണം, കാരണം ഇത് നല്ലതായിട്ട് വേവണം. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു പച്ചമുളക് കീറിയിട്ടു. അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട്, കാരണം മാങ്ങ നല്ലതായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി കേട്ടോ. അതവിടെ വേവുന്ന സമയത്ത് ഞാനിവിടെ ബാക്കി അരിഞ്ഞു വെച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ പാവയ്ക്ക തോരന് വേണ്ടി പാവയ്ക്കായും കുറച്ച് തേങ്ങായും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുവാണ്. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല, ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പയർ, നീളം പയർ മെഴുക്കുവരട്ടിക്ക് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ മാങ്ങ കറിക്ക് അരയ്ക്കാൻ വേണ്ടി. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഞാൻ ബാക്കി സാധനങ്ങൾ പറഞ്ഞുതരാം. തേങ്ങായും കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും അത്രയേ ഉള്ളൂ. പിന്നെ ഇത് പയർ മെഴുക്കുവരട്ടിക്ക് കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം മുട്ട പുഴുങ്ങിയതും എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മുട്ട പുഴുങ്ങിയത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ കറിയുടെ മാങ്ങ അവിടെ വേവുന്ന സമയത്ത് ഞാനിവിടെ പാവയ്ക്ക തോരൻ ആദ്യം ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചു. എണ്ണ ഒഴിച്ചു. കുറച്ച് കടുക്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ പാവയ്ക്കയുടെ കൂട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഇതിലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിടണം കേട്ടോ, എന്നാലേ ഈ പാവയ്ക്ക തോരന് നല്ലൊരു ടേസ്റ്റ് എടുത്തുള്ളൂ. ചെറിയ രീതിയിൽ വേണം അരിഞ്ഞിടാൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, വെള്ളം ഒട്ടും ചേർക്കണ്ട, ഒന്ന് നടുക്കോട്ട് കൂട്ടി വെച്ചിട്ട് തല്ലിപ്പത്തി വെക്കുക എന്ന് പറയും. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ച് ചെറിയ തീയിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പം ഞാൻ ഈ മാങ്ങ വെന്തത് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്ക ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു. എന്നിട്ട് ഇപ്പം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഇതിൻ്റെ വെള്ളത്തിൻ്റെ മയമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ചിക്കി തോർത്തി ഓഫാക്കി മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തോരൻ റെഡിയായി. ഇത് ഞാൻ ആ മാങ്ങ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് അതൊരു സ്പൂണോ തവിയുടെ ബാക്ക് സൈഡ് വെച്ച് ഉടച്ചു കൊടുത്തതാണ്. പച്ചമുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉടച്ചതിന് ശേഷം നമുക്ക് പച്ചമുളക് കൂടെ ഈ ബൗളിലോട്ട് തന്നെ ഇട്ട് വെച്ചേക്കാം. അത് കറിക്കകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് മാങ്ങയുടെ കറിക്ക് വേണ്ടി അരപ്പുണ്ടാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് നല്ല ജീരകം, തേങ്ങ, അതായത് ഒരു അരമുറി തേങ്ങയുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ, എന്നാലേ നല്ല പട്ട് പോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ. മൊത്തത്തിൽ ആദ്യം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ നല്ല ജീരകം എടുക്കുന്നത് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം എടുത്തോ കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ അരച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇത് ഞാൻ മുട്ട ഫ്രൈ ആക്കാൻ വേണ്ടി ഇച്ചിരി മസാല ഒഴിച്ചിരിക്കുവാണ്. കുറച്ച് ഉപ്പും കൂടെ ഉണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. കടുക്, കറിവേപ്പില, കൊച്ചുള്ളി, ഒരു 4 കൊച്ചുള്ളിയുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു. കൊച്ചുള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറം ആകുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ
കാശ്മീരി മുളക് പൊടി ചേർക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. അരപ്പ് കഴുകി 2-3 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് കറക്റ്റായിട്ടൊരു കൺസിസ്റ്റൻസി വരുത്തണം കേട്ടോ. നമുക്ക് ഒഴിച്ചു കറിയാണ്. ഇതിലേക്ക് മാങ്ങയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. മാങ്ങ ഇങ്ങനെ ഉടച്ചെടുത്തുകൊണ്ടേ നല്ല സോഫ്റ്റായിട്ട് ആ കറിയിൽ ഇങ്ങനെ അങ്ങ് മിക്സ് ആയിക്കോളും കേട്ടോ. അപ്പം ഇത് തിളയ്ക്കരുത്. കറി ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിത് ഓഫാക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ ഇത് കുറച്ച് ചതച്ച സാധനങ്ങളാണ് കേട്ടോ. അതായത് കുറച്ച് ചതച്ച മുളക്, 2 കൊച്ചുള്ളി, ഒരു തൊലിയോട് കൂടിയ 2 വെളുത്തുള്ളി, പിന്നെ ഒരു 2 കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താണ്. നല്ലൊരു മണമാണ് ഈ എണ്ണയ്ക്കകത്തിട്ട് ഇത് വഴറ്റുമ്പോൾ. എന്നിട്ട് വേണം ഇതിലേക്ക് കുറച്ചൊരു 10 അല്ല ഒരു 10-12 പയർ കാണും. അത് ഇതേപോലെ ചെറിയ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കണം. വെള്ളം ചേർക്കണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തേങ്ങക്കൊത്ത് ചേർക്കാം. ഞാനിപ്പം തേങ്ങക്കൊത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് എണ്ണ ചേർക്കാതിരിക്കാൻ വേണ്ടി ഞാനിത് അടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് അങ്ങനെയാണ് ഇത് മെഴുക്ക് പുരട്ടിയായിട്ട് എടുക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. സൈഡിൽ കൂടെ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. മുട്ട ഫ്രൈ ആക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങിയ മുട്ട 2ഉം നേരെ നെടുകെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മുഴുവനെ വേണേലും ഫ്രൈ ചെയ്യാം. ഇതുപോലെ നെടുകെ കീറി വേണേലും ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ പൊടി എല്ലാവരും ചേർത്ത് കൊടുക്കുക. ഒരുപാട് പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഈ മുട്ടയിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് വറുത്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കിയ മസാലയെല്ലാം അതിലൊന്ന് കോട്ടായാൽ മതി കേട്ടോ. ഇപ്പോൾ നല്ല കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. ഉപ്പൊക്കെ നോക്കി വേണം ചേർക്കാൻ. ഒരുപാട് ഉപ്പൊന്നും കൂടിപ്പോകരുത്. അപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ചോറ്, പയർ മെഴുക്ക് പുരട്ടി, പാവയ്ക്ക തോരന്, മുട്ട ഫ്രൈ, പിന്നെ നമ്മുടെ എന്താ പറയുക മാങ്ങ വെച്ച് നമ്മൾ മോരുകറി പോലെ ഉണ്ടാക്കിയത്. ഇപ്പോൾ പണ്ട് അതായത് എൻ്റെ വല്യമ്മച്ചിയൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു ഈ കറി. അപ്പോൾ അമ്മ എപ്പോഴും പറയും, ഞങ്ങൾ വിചാരിക്കും ഇത് മോരുകറിയാണെന്ന്, പക്ഷേ യഥാർത്ഥത്തിൽ മാങ്ങയാണ്. മാങ്ങ കാണത്തുമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല. എനിക്ക് ഒന്നും നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും കറി. ചിലരിത് മറന്നുപോയായിരിക്കും. ഇപ്പോൾ ഈ അടുത്തിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പറഞ്ഞു, എവിടെയോ പോയപ്പോൾ ഇതേപോലൊരു കറി കഴിച്ചു. അപ്പോൾ ശരിക്കും അതിൻ്റെ റെസിപ്പി ചോദിച്ചായിരുന്നു. നല്ല രസമാണ് ഇത് കഴിക്കാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ അകത്ത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക, നല്ല ചോറ് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പികൾ ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പികൾ തയ്യാറാക്കി നോക്കണം. നല്ലൊരു ലഞ്ചിൻ്റെ മെനു ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഒക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.